ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സയ്യിദുൽ ബഷർ. ഇന്ന് നമ്മുടെ ചർച്ചയിൽ വരുന്ന വിഷയം ഹിജ്റയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ 60-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ കാണുന്നത്. ഹിജ്റ എന്നത് ഏതൊരാൾക്കും അറിയാം. സ്വന്തം നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് തന്റെ ജീവിതത്തെ പറിച്ചു നടന്ന വല്ലാത്തൊരു സാഹസികതയാണ് സത്യത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. ആ സാഹസികതയെ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വയം ഏറ്റെടുക്കുന്ന ഒരു വല്ലാത്ത ഒരു രംഗം തന്നെയാണ് ഹിജ്റ. നമുക്കതിന്റെ ഉദ്ധരണികളോടുകൂടെ അതിന്റെ പഠനത്തിലേക്ക് കടക്കാം. കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ കാണാം. ഹിജ്റത്തുൽ മുസ്ലിമീന ഇലൽ മദീന. മദീനയിലേക്ക് മുസ്ലിമീങ്ങളുടെ ഹിജ്റ. തമ്മത്തിൽ ബൈഅത്തു ഖുഫിയത്തൻ. ബൈഅത്ത് വളരെ രഹസ്യമായി പൂർത്തിയായി. ഫി ജൗഫിൽ ലൈൽ. രാത്രിയുടെ യാമങ്ങളിൽ, അർദ്ധരാത്രിയിൽ, രാത്രിയുടെ ആ ഇരുട്ടിൽ, രാത്രിയുടെ ഉള്ളിൽ നിന്നാണ് ജൗഫ്, ഉള്ള്. ഖുഫിയത്ത് എന്ന് പറഞ്ഞ രഹസ്യമായി. അല ഉസ്ലത്തിൻ മിനൽ അദു. ശത്രുക്കൾ അറിയാതെ. ഉസ്ലത്ത് എന്ന് പറഞ്ഞ ഒറ്റക്ക് മാറി നിന്നു. വൻസറഫൽ അൻസ്വാറു ഇല റിഹാലിഹിം. മദീനക്കാര്, അൻസ്വാരികൾ അവരവരുടെ റിഹാലിലേക്ക്, അവരുടെ പാർപ്പിടങ്ങളിലേക്ക് പിരിഞ്ഞുപോയി. ഫനാമൂഫി മലാജിഇഹിം. അവരവിടെ ഉറങ്ങി, അവരുടെ കിടപ്പുറ സ്ഥാനങ്ങളിൽ അവർ ഉറങ്ങി. വഅസ്ഹാബുഹുമുൽ മുശ്രികൂൻ. അവരുടെ തന്നെ മുശ്രിക്കീങ്ങളായ ആൾക്കാർ, അവരുടെ കൂട്ടത്തിൽ മുശ്രിക്കീങ്ങളായ ആൾക്കാർ. ലം യഅലമു ബിശൈഇൻ മിൻ ദാലിക. അവരിതൊന്നും അറിഞ്ഞില്ല. ലം യഅലമു, അവരറിഞ്ഞില്ല. ബിശൈഇൻ മിൻ ദാലിക, ഇതൊന്നും. ഫകദാലിക ഇജ്തഹദൽ മുസ്ലിമൂൻ. അപ്രകാരം തന്നെ മുസ്ലിമീങ്ങൾ നന്നായി ശ്രമിച്ചു. അയ്യുസിറു ബിഹാദിഹിൽ ബൈഅ. ഈ കരാറ് രഹസ്യമായി സൂക്ഷിക്കാൻ അവരും ശ്രമിച്ചു പരമാവധി. വലാകിന്നല്ലാഹ അബാ ഇല്ല ഇഫ്ശാഅഹ. പക്ഷെ അള്ളാഹു ഇത് പരസ്യമാക്കാൻ തീരുമാനിച്ചു. അള്ളാഹു വിസമ്മതിച്ചു. ഇല്ല ഇഫ്ശാഅഹ, ഇത് പരസ്യപ്പെടുത്തുന്നതല്ലാതെ. എന്താണ് അതിന്റെ കാരണം? ലി മസ്ലഹത്തിൻ റആഹ. അള്ളാഹു മനസ്സിലാക്കുന്ന നന്മക്ക് വേണ്ടി. വഹിക്കുമത്തിൻ അലിമഹ. അള്ളാഹുവിനറിയാവുന്ന ആ ഒരു രഹസ്യങ്ങൾക്ക് വേണ്ടി ഇത് പരസ്യമാവുകയാണ് വേണ്ടത്. ഫമാകാന സുബ്ഹു യതനഫസു. അങ്ങനെ പ്രഭാതമാകുമ്പോഴേക്ക് ഹത്ത ബലഗ ഖുറൈശൻ. ഖുറൈശികൾക്ക് വിവരം ലഭിച്ചു. നബഉ മാ ജറാ ബിൽ അഖബ. അഖബയിൽ നടന്ന വിവരങ്ങളൊക്കെ ലഭിച്ചു. ഈ പറഞ്ഞ കരാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ മദീനയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങളും തമ്മിൽ നടന്ന കരാറിനെ കുറിച്ചൊക്കെയുള്ള വിവരം കിട്ടി. ഫഅസ്അദ ഹാദൻ നബഉ. ഈ വാർത്ത ആകെ ഇളക്കി മറിച്ചു, അസ്വസ്ഥരാക്കി. അശ്റാഫഹും, അവരുടെ നേതാക്കളെ അഹ്ൽ ഇല മുഖയ്യമി അഹ്ലിൽ മദീന. മദീനക്കാരുടെ ഖൈമകളിലേക്ക്, അവരുടെ ടെന്റുകളിലേക്ക് അവര് ചെന്നു. ഖാലു ലഹും, അവർ ചോദിച്ചു, ഇന്നഹു ഖദ് ബലഗന. നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അന്നക്കും ഖദ് ജീതും ഇലാ സ്വാഹിബിന ഹാദ. ഞങ്ങളെ ഈ ആളടുത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് വന്നത്? തസ്തഖ്രിജൂനഹു മിൻ ബൈനി അദ്ഹുരിന. ഞങ്ങളെ ഇടയിൽ നിന്ന് അദ്ദേഹത്തെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. അതായത് നബിതങ്ങളെ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോവാണോ? ഫംബഅസൽ മുശ്രികൂന മിൻഹും യഹ്ലിഫൂന. മുശ്രിക്കീങ്ങൾ അവരോട് സത്യം ചെയ്ത് പറയാൻ തുടങ്ങി. മക്കാന മിൻ ഹാദാ ഷൈ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. വഅമ്മൽ മുസ്ലിമൂന. അതേ സമയത്ത് വഅമ്മൽ മുസ്ലിമൂന മിൻഹും. മദീനയിൽ നിന്നോ മുസ്ലിമീങ്ങൾ ഫഖദ് സമത്തു. അവരും മിണ്ടാതിരുന്നു. യൻദുറു ബഅദുഹും ഇലാ ബഅദിൻ. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്താണ് ഈ കേൾക്കുന്നത്? വിവരം അങ്ങനെയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. അവരിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. സുമ്മ ലമ്മർതഹലൽ ഖൗമു. അങ്ങനെ അവർ യാത്ര ചെയ്തപ്പോ വസ്തൈഖനത്തു ഖുറൈശും മിനൻ നബഇ. ഖുറൈശികൾക്ക് വാർത്ത ഉറപ്പായി. ഖറജൂ ഫി ത്വലബിഹിം. അവർക്ക് അപ്പോഴേക്ക് ആരൊക്കെയാണ് മുസ്ലിമീങ്ങൾ എന്ന വിവരം കിട്ടി. അവരെ അന്വേഷിച്ചു പുറപ്പെട്ടു. പക്ഷെ ഫലം യുദ്രിക്കൂ മിൻഹും. ആ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന്, ഈ 75 പേരിൽ നിന്ന് കിട്ടിയില്ല. ഇല്ല സഅദ് ബിൻ ഉബാദ വൽ മുൻദിർ ബിൻ അംർ.
ഇവരെ രണ്ടുപേരെ കിട്ടുള്ളൂ. സഅദ് റളിയല്ലാഹു അൻഹു മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയുള്ളൂ. ഫഅമ്മൽ മുൻദിറു ഫഅഫ്ലത മിൻഹും, മുൻദിർ റളിയല്ലാഹു അൻഹു പതുക്കെ രക്ഷപ്പെട്ടു. അമ്മ സഅദ് റളിയല്ലാഹു അൻഹു അവർ പിടിച്ചുകൊണ്ടുപോയി. ഫഅഖദൂഹു വഅദ്ദബൂഹു, അവർ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിച്ചു. ഹത്ത ഖല്ലസഹു മിൻ ഐദീഹിം, ഈ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് സഅദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തിയത് മുത്ഇം ഇബ്നു അദിയും ഹാരിസ് ഇബ്നു ഉമയ്യയുമാണ്. ഉമയ്യത്തിന്റെ മകൻ ഹാരിസും മുത്ഇം ഇബ്നു അദിയുമാണ് രക്ഷപ്പെടുത്തുന്നത്. വക്കാന സഅദ് യുജീറുഹുമാ ബിൽ മദീന, ഈ രണ്ടു പേർക്ക്, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലെ ഈ രണ്ടു പേർക്ക് മദീനയില് സഅദ് റളിയല്ലാഹു അൻഹു ആണ് ഇടം നൽകാറുള്ളത്. അവർ കച്ചവടമായിട്ട് മദീന വഴി പോകുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ പ്രൊട്ടക്ഷനും അതുപോലെ മറ്റു സൗകര്യങ്ങളും സുരക്ഷയും ഒക്കെ നൽകാറുള്ളത് സഅദ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ സഅദ് റളിയല്ലാഹു അൻഹു മക്കത്ത് വന്നാൽ മക്കത്ത് വെച്ച് ഇവർ രണ്ടുപേരുമാണ് സഅദ് റളിയല്ലാഹു അൻഹു സംരക്ഷിക്കുകയും ആവശ്യമായ സൗകര്യം കൊടുക്കുകയും ആതിഥേയത്വം അരുളുകയൊക്കെ ചെയ്യാറുള്ളത്. അതൽ മുശ്രിക്കീൻ, ഈ സംഭവം കൂടി ഉണ്ടായതിനു ശേഷം, അഥവാ ബൈഅത്തും കൂടി നടന്നതിന് ശേഷം, ഇത് നടന്നു എന്ന വിവരം മുശ്രിക്കീങ്ങൾ അറിഞ്ഞതിന് ശേഷം മക്കയിലെ മുശ്രിക്കീങ്ങളുടെ ശല്യം വർദ്ധിച്ചു. അലൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള ശല്യം വർദ്ധിച്ചു. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അവരോട് കൽപ്പിച്ചു, ബിൽ ഹിജ്റത്തി ഇലൽ മദീന, നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയിക്കോളൂ എന്ന് സമ്മതം കൊടുത്തു. ഫബദഅ അൽ മുസ്ലിമൂന യഖ്റുജൂൻ, മുസ്ലിമീങ്ങൾ പുറപ്പെടാൻ തുടങ്ങി. അഫ്റാദൻ വ അർസാലൻ, ഒറ്റക്കും കൂട്ടം കൂട്ടമായും പുറപ്പെടാൻ തുടങ്ങി. മുഗാദിരീന ദിയാറഹും, അവരുടെ വീടുകൾ ഇട്ടേച്ചു പോകാൻ. വൗതാനഹും, നാടിട്ടേച്ചു പോകാൻ. മുഫാരിഖീന അഖ്രിബാഅഹും, ബന്ധുക്കൾ വേർപിരിഞ്ഞു പോകാൻ. അംബാലഹും, അവരുടെ സ്വത്തിട്ടേച്ചു പോവുകയാണ്. തതാബഅൽ മുഹാജിറൂൻ, മുഹാജിരീങ്ങൾ തുടർച്ചയായി ഫി ഹിജ്റത്തിഹിം, അവരുടെ ഹിജ്റ തുടർന്നു. ഹത്താലം യബ്ഖ ബിമക്കത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാനം മക്കയിൽ അവശേഷിച്ചില്ല ഇല്ല അബൂബക്കറിൻ വ അലിയുൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഖലീലുൻ മിനൽ മുസ്തദഅഫീൻ, ഏതാനും ദുർബലരും ഒഴികെ ബാക്കി എല്ലാവരും പോയി, മുസ്ലിമീങ്ങളൊക്കെ പോയി. ഫഅമ്മ അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫതഅഖറ ലിയുസാഹിബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹിജ്റതിഹി, നബിതങ്ങളെ കൂടെ ഹിജ്റ പോകാൻ വേണ്ടി കാത്തുന്നതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അമ്മ അലിയുൻ, അലി റളിയല്ലാഹു അൻഹു ഫതഅഖറ ലിയുഅദ്ദി അൻഹു വദാഇഅഹു, നബിതങ്ങളെ അടുക്കൽ ആൾക്കാർ സൂക്ഷിക്കാൻ കൊടുത്ത സ്വത്തുക്കൾ, സൂക്ഷിപ്പ് സ്വത്തുക്കൾ തിരിച്ചു നൽകാൻ വേണ്ടി കാത്തു നിൽക്കുക. ബഅദ റിഹ്ലതിഹി, നബിതങ്ങളുടെ യാത്രയ്ക്ക് ശേഷം ആ വസ്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വഹാജറ മൻ ഹാജറ കുല്ലുഹും, പോയവരെല്ലാം പോയത് മുസ്തഖ്ഫീൻ, രഹസ്യമായാണ് പോയത്. ഇല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒഴികെ. ഫഅമ്മ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ പോയെന്നറിയോ? ഫലബിസ സിലാഹഹു, ആയുധം എടുത്തു. ഫതാഫ ബിൽ ബൈത്ത്, തവാഫ് ചെയ്തു. വസല്ല ബിൽ മഖാം, മഖാം ഇബ്രാഹിമിൽ പോയി നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൽ മലഇ മിൻ ഖുറൈശിൻ, ഖുറൈശി സംഘത്തിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഫഖാല മൻ അറാദ അൻ തുസ്കിലഹു ഉമ്മുഹു, ആർക്കെങ്കിലും അവന്റെ ഉമ്മാക്ക് മകനെ നഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ, ഔ യൂത്തിമ വലദഹു, മക്കള് യതീമാകണം എന്നുണ്ടെങ്കിൽ, ഔ തർമല സൗജത്തുഹു, ഭാര്യ വിധവയാകണം എന്നുണ്ടെങ്കിൽ, ഫൽയുൽഖിനി വറാഅ ഹാദൽ വാദി, ഇതിന്റെ അപ്പുറത്തേക്ക് വന്നോ. സുമ്മ മദാവി വജ്ഹിഹി, ഇതും പറഞ്ഞു റളിയല്ലാഹു അൻഹു നടന്നു. ഫലം യത്ബഉഹു അഹദും മിനൽ മുശ്രിക്കീൻ, ആരും മുശ്രിക്കീങ്ങളിൽ ആരും റളിയല്ലാഹു അൻഹു പിന്നാലെ വന്നില്ല. ആരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ എതിരേൽക്കാനോ ആരും ശത്രുതയുമായോ വന്നില്ല. ഇത് ഹിജ്റയുടെ ത്യാഗങ്ങളുടെ ഒരു കഥയാണ്. കൂട്ടത്തിൽ അല്പം ധീരതയുടെ ഒരു അധ്യായവും. മാഷാ അല്ലാഹ്, സ്വഹാബത്ത് സഹിച്ച ത്യാഗങ്ങളും, ആ ത്യാഗങ്ങളാണ് ഇന്ന് ലോകം മുഴുവനും കാണുന്ന ഈ നന്മയായി വളർന്നു വന്നത്. ലോകത്തുടനീളം എല്ലാവർക്കും സ്വന്തം മനുഷ്യന്റെ അസ്തിത്വം ഉയർത്തി ജീവിക്കാനുള്ള ബോധ്യം, അതുപോലെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ, എല്ലാ അർത്ഥത്തിലും മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥിതി, ഇത് ഈ മനുഷ്യ ലോകത്തേക്ക് സംഭാവന ചെയ്യാൻ അതിന് കാരണമായ ഒരു ചലനം, അത് ഒരു മഹാചലനം തന്നെയാണ് സയ്യിദുൽ ബശർ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് പഠിക്കുക എന്നത് ഇസ്ലാം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വളരെയേറെ അനിവാര്യമാണ് എന്നത് നമുക്ക് ഓരോ അധ്യായം ചർച്ച ചെയ്യുമ്പോഴും ബോധ്യപ്പെടുകയാണ്. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് തങ്ങൾ പഠിപ്പിച്ച ആദർശത്തിന്റെ വക്താവായി ജീവിച്ച് അതിലൂടെ തന്നെ സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.